പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ആരാധന ആരംഭിക്കാം. അനവധിയായ അനുഗ്രഹങ്ങളാണ് നമ്മളെ കാത്തു കരുതി കർത്താവ് വെച്ചിരിക്കുന്നത്. ആ ഒരു ബോധത്തോടെ വേണം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആരാധന ആരംഭിക്കാൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അവസാനം പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ ഗവേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും വാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രകൃതിയുടെ മാതാവുമായ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന ഏകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പവും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശുദ്ധിയും കൈവരിക്കുവാൻ യാക്കണമേ. ശ്രുതികടേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല വാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലെ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ എൻ്റെ ഉടമ്പടി ആവശ്യങ്ങൾ കാഴ്ചവെക്കുക. ഉടമ്പടി ചെയ്യാത്തവരെ ജീവിത സങ്കടങ്ങൾ, പ്രാർത്ഥനകൾ, രോഗങ്ങൾ പരിശുദ്ധമ്മ വഴി ഇപ്പോഴേ ഈശോയ്ക്ക് മൗനമായി ഭക്തിയോടെ സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, കൊറോണ വളരെ മോശമായ രീതിയിൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയാണ്. ഒത്തിരി പേര് ക്വാറന്റൈനിലും
രോഗാതുരമായ അവസ്ഥയിലുമാണ്. എത്രയും വേഗം നമ്മൾ ഈ ദുർഘട സന്ധിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വിശ്വാസികൾ, ദൈവത്തോട് അടുപ്പവും പിടിപാടും ഉള്ളവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ദയവായി പരിശുദ്ധ അമ്മ വഴി ഈ സങ്കടം ഈശോദരസന്നിധിയെ സമർപ്പിക്കുക. ഏറ്റു പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. പ്രാർത്ഥിക്കുക പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, എല്ലാ കുടുംബങ്ങളെയും ആരാധനയിൽ ഇപ്പോഴ് ജീവശുദ്ധ വിശ്വാസത്തോടെ പങ്കെടുക്കുന്നവരെയും വിശ്വാസം, ശരണം, ദൈവസ്നേഹം, സമർപ്പണം, ദൈവിക പുണ്യങ്ങളാൽ അഭിഷേകം ചെയ്യാൻ മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം 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 കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനത്തിലേക്ക് പോകുന്നു. മക്കൾക്കറിയാം, അറിവാണ് നമുക്ക് അനുഭവം നൽകണത്. അനുഭവം നമ്മൾക്ക് ബോധ്യങ്ങൾ നൽകും. ബോധ്യമാണ് നമ്മൾക്ക് സാക്ഷ്യം നൽകേണ്ടത്. സാക്ഷ്യം, വേദസാക്ഷ്യമുണ്ട്, രക്തസാക്ഷ്യമുണ്ട്. സാക്ഷ്യമാണ് നമുക്ക് സന്തോഷം തരുന്നത്. സന്തോഷത്തിൻ്റെ നീണ്ട നീണ്ട രൂപങ്ങളെ നമ്മൾ സ്വർഗം എന്ന് പറയും. സ്വർഗം തുടങ്ങുന്നത് അറിവിലാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീയെ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 17:3. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏകസത്യദൈവമായ നിന്നെയും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇങ്ങനെ ദൈവത്തിനെ കുറിച്ചുള്ള അറിവ്, ദൈവത്തിനെ കുറിച്ചുള്ള ജ്ഞാനം, ഈ ജ്ഞാനത്തിൻ്റെ ഒരു ജ്ഞാനമാർഗമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ഒരു ജ്ഞാനമാർഗമാണ്. ജ്ഞാനം നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗമാണ്. എന്താ പരിശുദ്ധ അമ്മ നമുക്ക് നൽകണ ജ്ഞാനം എന്താണ്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയും, യേശു ക്രിസ്തു എല്ലാമാണ്. ഏറ്റു പറഞ്ഞേ, യേശു ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൊളോസ്യസ് 3:11. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു നൽകുന്ന ഏറ്റവും ബെസ്റ്റ് വിസ്ഡം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ജ്ഞാനമെന്ന് പറയണത് ജീസസ് ഈസ് ഹൂ. അത് പൗലോസിൻ്റെ അനുഭവങ്ങളാണ്. കൊളോസ്യസ് 3:11 എന്താണ്? ക്രിസ്തു എല്ലാമാണ് എന്ന് പറഞ്ഞേ.
ക്രിസ്തു എല്ലാമാണ്. നിങ്ങളത് പറയുമ്പോൾ ഭയങ്കര ഭവ്യതയോടെ പറയണം. എന്താ കാര്യം എന്നറിയോ? നമ്മളുടെ എല്ലാ അസ്വസ്ഥതകളും മാറുന്ന ഒരു വിഷയമാണത്. ക്രിസ്തു എല്ലാമാണ്. ഈ ക്രിസ്തു, അതായത് ക്രിസ്തു എല്ലാമാണ് എന്നുള്ള ഒരു ആധ്യാത്മികമായ അനുഭവം ഇപ്പോഴേ ഈശോ മുട്ടുകുത്തുമ്പോൾ എന്താണ് പറയണത്? 14:36 മർക്കോസിൻ്റെ സുവിശേഷം, ലാസ്റ്റ് ഈശോ മുട്ടുകുത്തത്തില്ലേ പിതാവിൻ്റെ മുമ്പിൽ. അപ്പോൾ 14:36 പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. ഈ എല്ലാം സാധ്യമായ പിതാവുമായിട്ട് ഈശോയ്ക്ക് സത്താപരമായിട്ടുള്ള ബന്ധമാണുള്ളത്. അതാണ് ഈശോ പറയുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയത്തില്ലേ. അതുകൊണ്ട് പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ അനന്ത സാധ്യത ആണ് പുത്രനിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ അച്ഛനിലൂടെ കേൾക്കുന്ന വചനങ്ങളെ ഒരു വളരെ രസകരമായിരുന്നു കൊണ്ട് ഹൃദ്യമായി ദൈവസ്നേഹത്തോടെ ധ്യാനിക്കണം. അപ്പോഴും നിങ്ങളത് അനുഭവമായി. അമ്മ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും വളരെ ഹൃദ്യമായി. എന്തുകൊണ്ടാണ് അമ്മ ജ്ഞാനമാർഗമാകണത്? കാര്യം ദൈവത്തിൻ്റെ വചനങ്ങൾ വളരെ ഹൃദ്യമായി, അത് കടുകട്ടിയ വചനങ്ങളാണെങ്കിലും അമ്മ വളരെ ഹൃദ്യമായി വചനത്തെ സ്നേഹിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും, ആലോചിക്കും. അമ്മയുടെ ഒരു ഏറ്റവും വലിയ ഗുണവത, അമ്മ അപ്പായെ സ്നേഹിക്കുന്നുണ്ട്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അമ്മ മനസ്സിലാക്കണത്, അമ്മയ്ക്ക് അത് ഹൃദ്യമായി തോന്നണത് സ്നേഹത്തിലൂടെയാണ്. അതാണ് അമ്മ വചനങ്ങളോടുള്ള ധ്യാനത്തിൻ്റെ ഒരു രീതി. ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് ചേർന്ന്, അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, അമ്മയെപ്പോലെ ദൈവവചനത്തെ ദൈവത്തെ വ്യക്തിപരമായി സ്നേഹിച്ചുകൊണ്ട് വചനത്തെ ഹൃദിസ്ഥമാക്കാൻ സംഗ്രഹിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:51 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു, അതേക്കുറിച്ച് ചിന്തിച്ചു എന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. ലൂക്ക 2:51 ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ആണ് ഈശോ ചോദിക്കണത്. അപ്പോൾ അതിന് വചനം നൽകുന്ന ഭാഷ്യം, മറിയം ആ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇപ്പം അച്ഛനിലൂടെ ഈശോ പറയണത് എന്താ? അങ്ങനെ ഒരു കേവലമായ ടെക്നിക്കലായിട്ടുള്ള ഒരു സംഗ്രഹമല്ല അമ്മ നടത്തിയത്. അമ്മ ഒരു വചനത്തെ, മനസ്സിലാകുന്ന വചനത്തെയും മനസ്സിലാകാത്ത വചനത്തെയും അമ്മ സ്നേഹത്തോടെ സ്വീകരിച്ചു എന്നാണ്. നമ്മളും ആദ്യം വചനത്തോട് കൈകാരിക്കേണ്ട ഒരു ജ്ഞാനമാർഗം, മരിയൻ മാർഗമെന്ന് പറയണത്, എന്ത് വചനമായാലും അത് നടപ്പിൽ വരുത്തുന്നതായാലും ശരി, നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളായാലും ശരി, വചനത്തെ സ്നേഹത്തോടെ മാത്രമേ, നമുക്കറിയാമല്ലോ, ഒരു മുട്ട
അതിൻ്റെ പുറത്ത് തള്ളക്കോഴി 21 ദിവസം ഇരിക്കുമ്പോഴാണ് അത് വിരിയണത്, ചൂട് കൊണ്ട്. വചനമെല്ലാം ഒരു മുട്ട പോലെയാണ്. എല്ലാ മുട്ടയും ഒന്നും ഈ 21 ദിവസം കൊണ്ട് വിരിയത്തില്ല. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് ഏതാണ്ട് 10-60 ദിവസം. ഇപ്പം ആമ മുട്ട കടലിൽ നിന്ന് ആമ കയറി വരത്തില്ലേ, ഇല്ലേ? കോഴിക്കോടൊക്കെ ആമ കയറി വരും. ആമ കയറി വരുമ്പോൾ പ്രത്യേകിച്ച് കടലായി സ്ഥലങ്ങളിലെല്ലാം ഈ ആമ കയറി വരുമ്പോൾ ആമ മുട്ടയിട്ടിട്ട് രാത്രി തിരിച്ചു പോകും. ഒരു വലിയ കുഴിയെടുത്ത് 2 അടി ആഴമുള്ള കുഴിയെടുത്തിട്ട് ആമക്ക് ഒരേ മുട്ട അതിൻ്റെ അകത്തിടും. ഇങ്ങനെ ബൾബൊക്കെ നമ്മളിങ്ങനെ റബ്ബർ പോലെ നല്ല തുവെള്ള മുട്ട ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ പിൻകാല് കൊണ്ട് അത് മണ്ണ് എല്ലാം കൂട്ടി മൂടിക്കളഞ്ഞിട്ട് ആമ സ്വന്തം നെഞ്ചുകൊണ്ട് അതിൻ്റെ പുറത്ത് കുളവിപ്പാലം, ആ പ്രദേശത്താണ് ആമ വരണത്. അപ്പോൾ അത് അടിച്ച് പൂത്തി ഇട്ട് ആമ പോകും. എത്ര വെയിൽ കൊള്ളണ സ്ഥലത്താണ് ഇത് ആമ മുട്ട ഇടണത്. പക്ഷെ വെയിൽ ഡയറക്റ്റ് കൊള്ളത്തില്ല. പക്ഷെ ആ മണ്ണിൻ്റെ പുറത്ത് വീഴുന്ന വെയിൽ അതിൻ്റെ ചൂടേറ്റിട്ട് 60 ദിവസം എടുക്കും ഇത് മുട്ട പിരിഞ്ഞു വരാൻ വേണ്ടി. നമ്മുടെ കോഴിക്കുഞ്ഞിന് 20 മുട്ട വിരിയാൻ വേണ്ടി 20-21 ദിവസം മതി. പക്ഷേ ലോകത്തുള്ള എല്ലാ മുട്ടയും അങ്ങനെയല്ല, ചിലതിന് 60 ദിവസം എടുക്കുന്നുണ്ട്. ചില വചനങ്ങൾ വിരിഞ്ഞു വരാൻ സമയമെടുക്കും. വചനവും അങ്ങനെയാണ്, പലതരം മുട്ടകളാണ്. ചിലത് 20 ദിവസം കൊണ്ട് 21 ദിവസത്തെ ചൂടും സ്നേഹവും കൊടുക്കുമ്പോൾ അത് വിരിഞ്ഞു വരും. ചിലതിന് 60 ദിവസത്തെ ചൂട് കൊടുത്താലേ അത് വിരിഞ്ഞു വരത്തുള്ളൂ. എന്നുവെച്ചാൽ ചില വചനങ്ങൾ നടപ്പിലാക്കാൻ കൂടുതൽ ദൈവസ്നേഹം വേണമെന്നർത്ഥം. മനസ്സിലായോ? ചില വചനങ്ങൾ വിരിഞ്ഞു വരാൻ, നടപ്പിലാക്കാൻ, അതിൻ്റെ ശക്തി എനർജി റിലീസ് ചെയ്യാൻ നമുക്ക് കൂടുതൽ ദിവസത്തെ. അപ്പോൾ ഒരു വചനത്തിൽ നിന്ന് അത് നിറവേറുന്നില്ല എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് എന്നാ പറഞ്ഞത്? ലുക്കാ 1:45 എന്നാ പറഞ്ഞത്? മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ എന്ന് പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഇപ്പം വിശ്വസിക്കുമ്പോൾ ഓർക്കുക, ടെക്നിക്കൽ ഫെയ്ത്ത് അല്ലത്. അതായത് ഫെയ്ത്ത് ബേസ്ഡ് അപ്പോൺ ലവ് ഓഫ് ഗോഡ്. അതാണ്. വെറുതെ വിശ്വാസം ഉണ്ടായാൽ പോരാ. എങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത്? ഈ മുട്ട വിരിയിക്കാൻ, വചനം വിരിയിക്കാൻ എങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത്? സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസം. അതാണ് ഗലാത്യർ നമ്മൾ വായിക്കണത് 5:4 സ്നേഹത്താൽ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഗലാത്യ ലേഖനം 5:6, 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം. അതാണ് വേണ്ടത്. ഇപ്പം വെറുതെ നമ്മൾക്ക് ഇപ്പോൾ ലൂക്ക 1:45 അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു. എലിസബത്ത് അല്ലല്ലോ, പരിശുദ്ധാത്മാവ് പറഞ്ഞു, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചതാണ് നിൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞു. പക്ഷേ അത് കേവലമായ വിശ്വാസമല്ലത്. അത് ഗലാത്യർ 5:6 അനുസരിച്ചുള്ള സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസമാണ്. അതാണ് നമുക്ക് വചനം എന്ന് പറയുന്ന മുട്ട വിരിക്കാൻ വേണ്ടി വേണ്ടത്. അതിലൂടെയാണ് നമ്മൾ ജ്ഞാനവും ശക്തിയും പ്രാപിക്കുന്നത്.
അതാണ് നമുക്ക് മഹത്വം തരണത്. നിത്യമഹത്വം അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിലെ ലൂക്കായുടെ സുവിശേഷം 2:51 പ്രകാരം സംഗ്രഹിക്കാൻ ഗലാത്യ ലേഖനം 5:6 അനുസരിച്ചുകൊണ്ട് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ ലൂക്ക 1:45 അനുസരിച്ച് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളെ നിറവേറുമെന്ന് വിശ്വസിക്കാനുള്ള മരിയൻ ഫെയ്ത്ത് അമ്മയുടെ ആധ്യാത്മിക മാർഗങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഈ പറഞ്ഞ പോലെ സ്നേഹത്തോടെ പറയണം. സ്നേഹത്തോടെ ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇപ്പൊ നമ്മൾ ജപമാല ചെല്ലുമ്പോൾ എന്നാ തുടങ്ങണത്? പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ പറഞ്ഞേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഇപ്പൊ രണ്ടാമതും എന്താ പറയണത്? പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളെ ദൈവ സ്നേഹം ശരണം. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രിയവധു പരിശുദ്ധാത്മാവിന് പ്രിയവധുവായിരിക്കുന്ന പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ദൈവ സ്നേഹം എന്ന പുണ്യമുണ്ടായി വർത്തിക്കാൻ. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു രീതിയാണത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ് വചനത്തെ വിരിയിക്കണത്. ഈ വചനത്തെ വിരിയിക്കുക, അതനുസരിച്ച് വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിത വ്യാപാരങ്ങളെ ക്രമീകരിക്കുന്നത് അല്ലാതെ നമുക്ക് ദൈവാനുഭവത്തിന് മറ്റു മാർഗങ്ങളില്ല. നമ്മൾ എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ചാലും അവസാനം മരിയൻ മെത്തേഡിൽ വരും. വചനത്തെ വിരിയിക്കാൻ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അതുകൊണ്ട് സമ്പൂർണമായ ആധ്യാത്മികതയുടെ ആൾരൂപമായിട്ടാണ് അമ്മമാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിവാകണത്. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ അമ്മയാണ് അടിസ്ഥാന മാർഗം എന്നാണ് നമ്മളെപ്പോഴും ധ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് വേണം നിങ്ങൾ കൃപാസനത്തിൻ്റെ ധ്യാനങ്ങളെ ശ്രദ്ധയോടെ കേൾക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ ഈശോ നമ്മൾ ആദ്യം കണ്ടില്ലേ? എന്താ കണ്ടത്? യേശുക്രിസ്തു എല്ലാമാണ്. അത് അമ്മയ്ക്ക് ആന്തരികമായി ഉണ്ടായിരുന്ന ഒരു മരിയൻ നോളജാണത്. പൗലോസാണ് പിന്നീട് അത് വെളിപ്പെടുത്തിയെങ്കിലും ആദ്യം തിരിച്ചറിഞ്ഞത് ആരാണ്? അമ്മയാണ്. അതുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിന് നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ്? കാനായിലെ കല്യാണമാണ്. ആ കുടുംബത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേക പ്രതിസന്ധിയാണ് വിഷയം. ഭൗതികമായ പരാധീനത, ഇല്ലായ്മ, അവിടെ വീഞ്ഞ് തികയാതെ വരുന്ന അവസ്ഥ. ഇല്ലാഞ്ഞ അവസ്ഥ അല്ല, തികയാതെ വന്ന അവസ്ഥയാണ്. റിസോഴ്സ് തികയാതെ വരുമ്പോൾ, ഇപ്പോൾ കൊറോണ കാലമാകുമ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ വിഭവങ്ങൾ തികയാതെ വരുന്ന ഒരവസ്ഥയാണ് വരണത്, അല്ലേ? തികയാതെ വരുമ്പോൾ ഇപ്പോൾ പല കാര്യങ്ങൾക്കും തികയാതെ വരും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ വേണം, അപ്പോൾ പണം തികയാതെ വരും നമുക്കല്ലേ? ഇപ്പോൾ നമ്മൾ വീട് പണിയാൻ
നമ്മൾ പരിശ്രമിക്കുമ്പോൾ തികയാതെ വരും. കണക്ക് കൂട്ടിയിട്ട് നമുക്ക് തികയാതെ വരും അല്ലേ? അപ്പം തികയാതെ വരും. ആരോഗ്യം, വേണ്ടത്ര ആരോഗ്യം തികയാതെ വരും അല്ലേ? അങ്ങനെ ഇപ്പം ഇന്നലെയൊക്കെ ഞാൻ അത്ര ആരോഗ്യവാനല്ലായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് അത്ര പ്രശ്നമില്ല. അപ്പോൾ ഇന്നലെ ആരോഗ്യം തികയാതെ വരും. ഇപ്പം ഇൻകംപ്ലീറ്റ് ആയിട്ട് വരും. നമുക്ക് ആവശ്യമുള്ള നോട്ട് സഫീഷ്യൻറ്റ്, നമുക്ക് നോട്ട് ഹാവിങ് സഫീഷ്യൻറ്റ് ഹെൽത്ത്, അതുപോലെ തന്നെ നോട്ട് ഹാവിങ് സഫീഷ്യൻറ്റ് ഹെൽത്ത് ആൻഡ് വെൽത്ത്, ഇതൊക്കെ തികയാതെ വരും. ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കുറേ നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ കുറേ തികയാതെ വരുന്ന അവസ്ഥകളുണ്ടാവും. ഈ തികയാതെ വരുന്ന അവസ്ഥകളെ അതിന് ചേർക്കേണ്ട ചേരുവകയാണ് ക്രിസ്തു എന്നാണ് അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അനുഭവ പാഠം. എന്തെങ്കിലും മകനെ തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിസ്തുവിനെ നീ ചേർക്കണം. അതാണ് അമ്മ പറയണത്. എന്തെങ്കിലും തികയാതെ വന്നാൽ, അവിടെ എന്ത് തികയാതെ വന്നാലും, ആരോഗ്യം തികയാതെ വന്നാലും, നിൻ്റെ സമ്പത്ത് തികയാതെ വന്നാലും, വിശ്വാസം തികയാതെ വന്നാലും, അവിടെ എന്ത് ചെയ്യണം? നീ ക്രിസ്തുവിനെ ചേർക്കണം. അയ്യോ, എന്നാ ഒരു നോളജാണ്! നീ ക്രിസ്തുവിനെ അതാണ് കാനായിൽ അവിടെ. ഇപ്പോൾ നമ്മുടെ യോഹന്നാൻ 2:2 യോഹന്നാൻ 2:2 യോഹന്നാൻ്റെ സുവിശേഷം, അവിടെ വീഞ്ഞ് തികയാതെ വന്നതുകൊണ്ട് യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞ് ഇല്ല. ഇതൊരു നിസ്സാര കാര്യമാണെന്ന് തോന്നാമെങ്കിലും പക്ഷേ അമ്മയുടെ മുമ്പിൽ ഒന്നും നിസ്സാരമല്ല. ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാന മനോഭാവം എന്താണ്? ജീവിതത്തിലൊന്നും നിസ്സാരമല്ല. ജീവിതത്തിലൊന്നും നിസ്സാരമല്ല. ഇപ്പം വീഞ്ഞ് തികയാതെ വരുന്ന കാര്യം നിസ്സാരമല്ല എന്ന് അമ്മ ഒരു നിലപാടെടുത്തു. നിസ്സാരമല്ല എന്നുള്ളത് ഒരു നിലപാടാണ്. ക്രിസ്തുവിനെ നമ്മുടെ കക്ഷി ചേർക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടാണ്. നമ്മുടെ ജീവിത വിഷയങ്ങളിലേക്ക് ക്രിസ്തുവിനെ കക്ഷി ചേർക്കാനുള്ള ഒരു നിലപാടാണ് ഒന്നും നിസ്സാരമല്ല എന്നുള്ളത്. അമ്മയ്ക്കത് നിസ്സാരമല്ല. അതുകൊണ്ട് അമ്മ യേശുവിൻ്റെ അടുത്ത് റഷ് ചെയ്യും. നിൻ്റെ ജീവിതത്തിൽ യേശുവിനെ പങ്കുചേർക്കാനുള്ള ഒരു നിലപാടാണ് ഒന്നും നിസ്സാരമല്ല എന്നുള്ളത്. ഒന്നും നിസ്സാരമല്ല. മേരി അമ്മ നമ്മളോട് പറയണത് എന്താണ്? ഒന്നും നിസ്സാരമല്ല. അത് ക്രിസ്തുവിനെ പങ്കുചേർത്ത് പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ളതാണ്. തികയാതെ വരുന്ന ഇടത്തെല്ലാം ക്രിസ്തുവിനെ കൂടെ ചേർക്കാൻ വേണ്ടിയുള്ള ദൈവികമായ പിതാവിൻ്റെ പദ്ധതിയാണ്. പിതാവിൻ്റെ പദ്ധതിയാണ് ക്രിസ്തുവിനെ നിൻ്റെ ജീവിതത്തിൽ പങ്കുചേർക്കാൻ വേണ്ടിയുള്ള പിതാവിൻ്റെ പദ്ധതിയാണ് നിൻ്റെ പോരായ്മകൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ, തികയാതെ വരുന്ന അവസ്ഥകൾ, അതെല്ലാം ക്രിസ്തുവിനെ receive Jesus Christ and get saved. അതാണ് അമ്മ പറയണത് നമ്മളോട്. ക്രിസ്തുവിനെ സ്വീകരിക്കുക. നീ ലോകത്തിലെ നീ എല്ലാ അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുക. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടി എടുത്തുപോയിട്ടുള്ള മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ, അതായത് അമ്മയുടെ മാർഗങ്ങൾ, ജ്ഞാനമാർഗങ്ങൾ, ക്രിസ്തു അനുഭവത്തിൻ്റെ ജ്ഞാനമാർഗങ്ങളിലാണ് ഉടമ്പടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും തന്നെയാണ് എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ, അതിനനുധാരികളായി വരുന്ന അവൻ പറയുന്നത് പോലെ ചെയ്യാവുന്ന ചെയ്വനകൾ എല്ലാം അതുപോലെ വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നമ്മുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ചൂട് നൽകിക്കൊണ്ടാണ് ഉടമ്പടി എന്ന് പറയുന്ന മുട്ടയെയും നമ്മൾ വിരിയിക്കണത്. അപ്പം ചില വിഷയങ്ങൾക്ക് കൂടുതൽ ചൂട് വേണ്ടി വരും. ചിലർ 21 ദിവസം കൊണ്ട് വിരിയും, ചിലത് 60 ദിവസം കൊണ്ടേ വിരിയത്തുള്ളൂ. അപ്പം അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ടൈമാണത്. അപ്പോൾ 21 ദിവസം കൊണ്ട് അത് വിരിഞ്ഞല്ല, അല്ലെങ്കിൽ എൻ്റെ അയൽവാസി ഉടമ്പടി എടുത്തിട്ട് അവർക്ക് പെട്ടെന്ന് കാര്യം നടന്നല്ലോ, എനിക്ക് ഇത്രയും താമസിക്കണം എന്ന് വെച്ചാൽ നിൻ്റെ വിഷയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിൻ്റെ വിഷയത്തിൻ്റെ കാഠിന്യം. അപ്പം ചിലത് കോഴിമുട്ട പോലെ ഇരിക്കും, ചില ആമമുട്ട പോലെ ഇരിക്കും. അതിന് കൂടുതൽ ഹീറ്റ് ആൻഡ് എനർജി വേണ്ടി വരും. അപ്പം അത്രേ അതിൻ്റെ വിഷയമുള്ളൂ. അല്ലാതെ അതിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത് ആവശ്യമില്ലാതെ.
കാരണം രണ്ടും രണ്ട് നേച്ചറുള്ള സബ്ജക്റ്റ് ആയിരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ജീവിതത്തിലെ കൂടുതൽ വിശ്വാസവും കൂടുതൽ സ്നേഹത്തിന്റെ ചൂടും ആവശ്യമായിട്ടുള്ള വിഷയങ്ങൾക്ക് ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. ഹല്ലേലൂയ. ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ ഖാനായിലെ അത്ഭുതത്തിന്, ദിവ്യാത്ഭുതത്തിന്റെ നെറ്റ് റിസൾട്ട് എന്താണ് എന്ന് യോഹന്നാൻ പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. വാട്ട് വാസ് ദ നെറ്റ് റിസൾട്ട്? ഇതിൻ്റെ അനന്തര ഫലം എന്താണ്? വസ്തുത്തിലെ വിശ്വാസം തന്നെയാണ്. ആരുടെ വിശ്വാസം? ശിഷ്യന്മാരുടെ വിശ്വാസം. ആരാണ് ശിഷ്യന്മാർ? പ്രവർത്തകരെ. അതാണ് കർത്താവിൻ്റെ പ്രവർത്തകരെ കർത്താവ് രൂപീകരിക്കുകയാണത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത്, അങ്ങനെ അവൻ്റെ ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു. 2:11 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം എന്താ പറയണത്? കാനായിൽ അത്ഭുതം കഴിഞ്ഞപ്പോൾ അത് കണ്ട ശിഷ്യന്മാർ എന്താ ചെയ്തത്? അങ്ങനെ ജനക്കൂട്ടം അവനെ വിശ്വസിച്ചെന്നല്ല അവിടെ പറഞ്ഞിരിക്കണത്. വളരെ ഒരു ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ഒരു മുമ്പിൽ നടക്കുന്ന ഒരു മിറക്കിളാണത്. ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിൽ നടക്കുന്ന ഒരു മിറക്കിളാണ്. അവിടെ എല്ലാവരും അത് ഒരു കൺവെൻഷൻ പോലെ അപ്പം വർദ്ധിപ്പിക്കുന്ന പോലെ ഉള്ള ഒരു സംഭവമല്ല. അവിടെ വന്നിരിക്കുന്നത് ശിഷ്യന്മാരും അവൻ്റെ ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അതാണ്. അപ്പോൾ യേശുവിനും ശിഷ്യന്മാർക്കുമുള്ള ഒരു റിലേറ്റീവ്സിൻ്റെ ഒരു ഫങ്ഷനാണത്. എല്ലാവരും അല്ലാതെ നമ്മൾ പള്ളിയിൽ പെരുന്നാളിന് പോണ പോലെയുള്ള എൻ്റയർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള അത്ഭുതമല്ല, അടയാളമല്ല. വളരെ പരിമിതമായ രീതിയിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ഇടയിലുണ്ടാകുന്ന ഒരു വെളിപാടാണ്. യേശുവിനെ വെളിപ്പെടുത്തണതാണതവിടെ. അപ്പോൾ റിലേറ്റീവ്സിൻ്റെ മുമ്പിൽ, ക്ഷണിക്കപ്പെട്ടവരുടെ മുമ്പിൽ യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു വലിയ അടയാളമാണത്. അതുകൊണ്ടാണ് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചുവെന്ന് യോഹന്നാൻ 2:11 ആ അധ്യായം കഴിയുമ്പോൾ അതാ അത്ഭുതം കഴിയുമ്പോൾ പറയണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ചില മിറക്കിളുകൾ ശരിക്കും എന്തിനുള്ളതാണ്? ശിഷ്യന്മാരെ വിശ്വസിപ്പിക്കാനുള്ളതാണ്. ആരാണ് ശിഷ്യന്മാർ? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിപ്പിച്ചും സുവിശേഷ വേല ചെയ്യുന്ന ആൾക്കാരെയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുന്ന രക്ഷാകരമായ നടപടിക്ക് വേണ്ടി പ്രത്യേക അഭിഷേകം പ്രാപിച്ച ആൾക്കാരാണ് ശിഷ്യന്മാർ. അപ്പം ശിഷ്യന്മാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അതിനു വേണ്ടി കാരണമായത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അപ്പം ശിഷ്യന്മാർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ശിഷ്യന്മാരാണല്ലോ പിന്നീട് യേശുവിനെ ലോകത്തിലേക്ക് കൊടുക്കണത്. അപ്പോൾ അമ്മയുടെ മരിയൻ മിഷൻ ഭയങ്കര ശക്തമാണ്. ഒന്ന്, റിസീവ് ജീസസ്, യേശുവിനെ വചനത്തിൽ വിശ്വസിച്ച് കൊണ്ട് യേശുവിനെ ഉദരത്തിൽ സ്വീകരിക്കുന്നയാളാണ് മേരി. എന്നിട്ട് പിന്നീട് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി, ലോകത്തിന് യേശുവിനെ കൊടുക്കാൻ വേണ്ടി ശിഷ്യന്മാരെ ഒരുക്കുന്ന ആളാണ് അമ്മ. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരേ സമയം അമ്മയെപ്പോലെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും പിന്നെ യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ യേശുവിന് സാക്ഷികളാകാൻ വേണ്ടിയുള്ളവരെ പരിചരിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വലിയൊരു ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കണം എന്നുള്ള ബോധ്യമുള്ളവർക്ക് പെട്ടെന്ന് ദൈവമഹത്വം ഉണ്ടാകും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, സ്നേഹമേ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നീട് ഈ ശിഷ്യന്മാരാണ് വിശ്വാസത്തിൽ വളർന്ന് യേശുവിനെ ലോകത്തിന് കൊടുക്കണത്. അപ്പോഴേ യോഹന്നാൻ 2:11 പറയുന്ന അവൻ്റെ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാര്യം എന്താണ്? ആ ശിഷ്യന്മാരിലൂടെയാണ്. ഇപ്പം തന്നെ നമുക്ക് ഉദാഹരണത്തിന് ഗ്രീക്കുകാർ, ഇപ്പം യഹൂദന്മാരല്ലാത്ത ആൾക്കാരാണല്ലോ. പിന്നെയുള്ള ഒരു കൺസിഡറബിൾ ഓഡിയൻസ് എന്ന് പറയുന്നത് ഗ്രീക്കുകാരാണ്. യേശുവിൻ്റെ കാലത്ത് ഗ്രീക്കുകാർ നേരിട്ട് യേശുവിൻ്റെ അടുത്ത് വരണില്ലല്ലോ. വചനം എന്താ പറയണത്? മരിയൻ വഴി, മാതാവ് വഴി പരിശീലിപ്പിക്കപ്പെട്ട വിശ്വാസത്തിൽ വളർന്ന ശിഷ്യന്മാരെ അടുത്തേക്ക് ആണ് പിന്നീട് ലോകം വരുന്നത്. അതാണ് നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12:21. ഗ്രീക്കുകാർ വന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? വി വാണ്ട് സീ ജീസസ്, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. അപ്പോൾ അത് ആരാണ് ചോദിക്കണത്? പീലിപ്പോസിനോടാണ് ചോദിക്കണത്. പീലിപ്പോസൊക്കെ കർത്താവിൻ്റെ ബന്ധുക്കാർ, സൈതായിക്കാരൻ കല്യാണത്തിനുണ്ടായിരുന്ന കക്ഷികളാണ്. അപ്പോൾ പീലിപ്പോസിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കർത്താവിനെ കാണണം. പീലിപ്പോസിൻ്റെ അടുപ്പക്കാരാണ് കഫർനാംകാരനായ പത്രോസ്. ഇപ്പോൾ ബെസൈദ, കഫർനാമൊക്കെ വളരെ സമുദ്രതീര പട്ടണങ്ങളിലാണ്. അപ്പോൾ ഇവരെല്ലാവരും മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവർ പീലിപ്പോസ് വന്നിട്ട് അന്ത്രയോസിനോട് പറയും, ഗ്രീക്കുകാർ വന്നിട്ടുണ്ട്, അവർക്ക് കർത്താവിനെ കാണണമെന്ന് പറയും. അപ്പം അന്ത്രയോസും പീലിപ്പോസും കൂടി ഗ്രീക്കുകാരെ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരും. ഇപ്പോൾ ഗ്രീക്കുകാർ വരുമ്പോൾ അപ്പോൾ ക്രമേണ നമുക്കറിയാമല്ലോ, നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, നിങ്ങൾ കൃപാസനത്തെ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ എന്താ ഉടമ്പടി എടുക്കുന്നത്? ഞങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കും, അറിഞ്ഞവരെ ആഴപ്പെടുത്തും. അതാണ് നമ്മൾ എടുക്കുന്ന ഉടമ്പടി, അല്ലേ? അവൻ പറയണത് പോലെ ചെയ്യും. അങ്ങനെ കർത്താവിൽ നമ്മൾ ആഴപ്പെടും. അങ്ങനെ എന്തിനാണ് കർത്താവിൽ ആഴപ്പെടുന്നത്? ലോകത്തിന് ഈശോനെ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഗ്രീക്കുകാർ വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരും. അപ്പോൾ ഇത് നമ്മളെ ഉടമ്പടിയുടെ ആന്തരികത മറന്നു പോകരുത്. അതൊരു പ്രാർത്ഥനയല്ല, ഒരു പ്രവർത്തന രീതിയാണത്, ഒരു മിഷൻ രീതിയാണത് ഉടമ്പടി. അപ്പോൾ അതുവഴി ഞാൻ മരിയൻ മിഷണറിയായി മാറുകയാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകണം. ഏത് ലോക്ക്ഡൗണൊക്കെ നല്ലൊരു കാലമാണ്. കാര്യം എന്ന് വെച്ചാൽ കാലങ്ങളിങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മൾക്ക് വിശ്വസ്തത പ്രകടിപ്പിക്കാനുള്ള ഒരു അനുകൂലമായ അവസരമാണിത്. അതിപ്പോൾ ഉടമ്പടിയല്ലേ, ലോക്ക്ഡൗൺ അല്ലേ, ഇപ്പോൾ കൊറോണ അല്ലേ, ലോക്ക്ഡൗൺ അല്ലേ എന്ന് പറഞ്ഞ് മണ്ടത്തരമൊന്നും കാണിച്ചേക്കരുത്. ഇപ്പോഴാണ് വിശ്വസ്തത കാണിക്കുക. അപ്പം ഞങ്ങൾക്ക് എന്ത് കാര്യം? ഇപ്പോൾ നല്ല ഒരുവിധം അത്യാവശ്യം ചിലവുള്ള ഒരു പരിപാടിയാണ്, ശുശ്രൂഷയാണ്, സാമ്പത്തിക ശുശ്രൂഷയാണ്. ഈ എല്ലാ ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും ഉടമ്പടി എടുത്തവർക്ക് വേണ്ടിയുള്ള ഉടമ്പടി ആരാധന നടത്തുക. അപ്പോൾ ഇതിലിപ്പോൾ 4 ക്യാമറയാണ് വെച്ചിരിക്കുന്നത്, കൊയറുണ്ട്, എല്ലാത്തിനും ചിലവുണ്ട്. ശരിക്കും ഞങ്ങൾ ആരോടും 5 പൈസ ചോദിക്കണമില്ല, വാങ്ങിക്കണമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്? എന്താ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തോടുള്ള വിശ്വസ്തതയാണ്. ഉടമ്പടി എടുത്തവർ അപ്ഡേഷൻ ഉണ്ടാകണം, അവർക്ക് വചനത്തിൽ അപ്ഡേഷൻ ഉണ്ടാകണം, അവർ വചനത്തിൽ വളരണം. അപ്പോൾ വചനത്തിൽ വളർന്ന് ആന്തരിക ബോധ്യമുണ്ടായി, അറിവുണ്ടായി, അനുഭവം ബോധ്യമായി, ബോധ്യം സാക്ഷ്യമായി കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം. കാര്യം ഓരോ ഇൻസിഡൻറ്റും ഉണ്ടാകണം. എന്തിനാണ്? ഇപ്പോൾ ഗ്രീക്കുകാർ വരുമ്പോൾ ഈശോ എന്താ പറയണത്? ഗ്രീക്കുകാർ വരാൻ പോകണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈശോ എന്താ പറയണത്? എന്തിനാണ് ഗ്രീക്കുകാർ വരണം എന്നാണ് പറയണത് ഈശോ? എന്താണ്? ഇപ്പോഴെൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഓരോ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോഴേ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? അസ്വസ്ഥതയാണ്. അതാണ്. അപ്പോൾ കുരിശിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്.
കുരിശിൻ്റെ വചനം എപ്പോഴും അസ്വസ്ഥത. വചനം എന്ന് പറയുമ്പോൾ കുരിശിൻ്റെ വചനമാണേ. ഇപ്പം 1 കൊറിന്തോസ് 1:18 കുരിശിൻ്റെ വചനം. വചനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 കൊറിന്തോസ് 1:18 എന്താ പറയണത്? വചനത്തെ വിളിക്കണ പേരെന്താ? കുരിശിൻ്റെ വചനമെന്നാണ്. ഇപ്പോൾ വചനം, സാർത്ഥകമായ വചനമെല്ലാം കുരിശിൻ്റെ വചനമായിരിക്കും. ആ കുരിശിൻ്റെ വചനത്തിൻ്റെ ഗുണം എന്താണ്? രക്ഷയിലൂടെ ലോകത്തിൽ 2 തരം മനുഷ്യരെയാണ് കാണുന്നത്. ഒന്നെന്താണ്? നാശത്തിലൂടെ ചരിക്കുന്നവർക്ക്. പിന്നെ എന്താണ്? രക്ഷയിലൂടെ ചരിക്കുന്നവർ. 2 തരം മനുഷ്യരാണ് ഉള്ളത്. നാശത്തിലൂടെ ചരിക്കുന്നവരുമുണ്ട്, രക്ഷയിലൂടെ ചരിക്കുന്നവരുമുണ്ട്. അപ്പോൾ രക്ഷയിലൂടെ ചരിക്കുന്നവർക്കാണ് കുരിശിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾക്ക് കർത്താവ് തന്ന വചനം എന്താണ്? 1 കൊരിന്തോസ് 1:18 എന്താണ്? ഒന്ന് ഏറ്റു പറഞ്ഞ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. വചനം ശക്തിയാണ്. വചനം മുട്ട വിരിഞ്ഞ് വരണത് എന്താണ്? ശക്തിയാണ് നമുക്ക് ലഭിക്കണത്. ഓരോ വചനവും നമ്മൾ പുട്ടിൻ്റെ പ്രാക്ടീസ് ആകുമ്പോൾ നമ്മൾ ബലം പ്രാപിച്ച് വരും. വചനത്തിൽ അങ്ങനെ ബലം പ്രാപിക്കണത്. ഇപ്പം എന്തിനാണ് വചനം പാലിക്കണത്? നമ്മൾ വചനം എന്തിനാണ് പാലിക്കണത്? വചനത്തിൽ ഉള്ള ശക്തി സംസ്കരിച്ച് ആത്മശക്തി. നമ്മൾ ആത്മശക്തി എന്ന് പറഞ്ഞ കോൺഫിഡൻസ് അല്ലേ? നമ്മളെ ആത്മശക്തി എന്ന് പറയുന്നത് കോൺഫിഡൻസ്, ആത്മവിശ്വാസമല്ല. നമ്മളെ ആത്മശക്തി എന്ന് പറയുന്നത് വചനം പാലിക്കുക വഴി ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിന് ദൈവശക്തിയിൽ ബലം പ്രാപിക്കും. അതുകൊണ്ട് ഈ യോഹന്നാൻ പറയുന്നില്ലേ, റോമ 1:16 എന്താണ്? രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് സുവിശേഷം. ഒന്ന് പ്രാർത്ഥിച്ച്. സ്തുതികട ഹല്ലേലൂയ. റോമ 1:16 സ്തുതികട ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരാണ് ലജ്ജിക്കണത് വചനത്തെക്കുറിച്ച്? നാശത്തിലൂടെ ചരിക്കുന്നവരെ, ലോകത്തിലൂടെ ചരിക്കുന്നവരെ, കുരിശിൻ്റെ വചനം പോഷത്വമായിട്ട് തോന്നുന്നവരാണ് വചനത്തെക്കുറിച്ച് ലജ്ജിക്കണത്. അതാരാണ്? നാശത്തിലൂടെ ചരിക്കുന്നവർ. ഉറപ്പല്ലേ അത്? അതായത് അപ്പോൾ 1 കൊറിന്തോസ് 1:18 റോമ 1:16 തമ്മിൽ ഭയങ്കര ബന്ധമാണെന്നല്ലേ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയത്. എന്താ കാര്യം? അതായത് കുരിശിൻ്റെ വചനം ചിലർക്ക് പോഷത്വമാണ്. അവരാരാണ്? നാശത്തിലൂടെ ചരിക്കുന്നവരാണ്. അതായത് നിത്യജീവൻ്റെ മാർഗത്തിൽ അല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. അപ്പം ആരോ ലജ്ജിക്കുന്നുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ആരാ ലജ്ജിക്കണത്? നാശത്തിലൂടെ ചരിക്കുന്നവർ, കുരിശിൻ്റെ വചനം പോഷത്വമായി തോന്നണവരാണ് ലജ്ജിക്കുന്നത്. അതാണ് സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ഒന്നേറ്റ് പറഞ്ഞ്, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്നവർ ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം സുവിശേഷം എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ്. അതാ റോമ 1:16 പറയണത്. ചുമ്മാ ശക്തി അല്ലത്. എന്താണ്? വെറുതെ ശക്തിയല്ല. ഈ ശക്തി നമ്മളെ പുള്ള് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ശക്തി നമ്മളെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്, ഉന്തി തള്ളി മുൻപോട്ട് വിടുന്നുണ്ട്. എങ്ങോട്ടാണ്? രക്ഷയിലേക്ക്. അതാണ് റോമ 1:16 പറയണത്. രക്ഷ എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ് രക്ഷ. ക്രിസ്തുവാണ് രക്ഷ. അപ്പം ക്രിസ്തുവിലേക്കാണ് ഓരോ വചനവും നമ്മളെ
പുള്ള്, അതായത് ഇങ്ങനെ പുഷ് ചെയ്ത് വിടുന്നത് രക്ഷയിലേക്ക്. കാര്യം എന്താണ്? ക്രിസ്തുവാണ് രക്ഷ. ഇപ്പോൾ ലൂക്ക 2:30 നമ്മൾ വായിക്കുമ്പോൾ എന്താ വായിക്കണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയാണ് ക്രിസ്തു. അതിനകത്ത് ഗ്രീക്കുകാരുണ്ട്, യഹൂദരുണ്ട്. അപ്പോൾ ഈ യഹൂദർക്കായാലും ഗ്രീക്കുകാർക്കായാലും, യഹൂദർ എന്ന് പറയണത് തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഗ്രീക്കുകാരെന്ന് പറയണത് പുറജാതികൾ. എന്നുവെച്ചാൽ എല്ലാ സമ്പൂർണമായ മനുഷ്യർക്ക് ക്രിസ്തു ആരാണ്? രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് വചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങ് രക്ഷയിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയായ വചനം പ്രയോഗത്തിൽ വരുത്തി വചനത്തിലെ പരിശുദ്ധ അമ്മയെ പോലെ വിശ്വസിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച് അടയാളത്തിലൂടെ ശിഷ്യന്മാരെ വിശ്വസിച്ചതുപോലെ ലോകത്തിന് കൊടുത്തതുപോലെ അതുവഴി ഗ്രീക്കുകാരെ ശിഷ്യന്മാരെ സമീപിച്ച് അവര് വഴി ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടതുപോലെ. അതാണ് വിഷയം. ഒന്നെങ്കിൽ നമുക്ക് ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടാം, അല്ലെങ്കിൽ വികർഷിക്കപ്പെടാം. ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടാം, അല്ലെങ്കിൽ വികർഷിക്കപ്പെടാം. ആകർഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? സുവിശേഷത്തെ കുരിശിൻ്റെ വചനമായിട്ട് തന്നെ ഉൾക്കൊള്ളണം. കുരിശിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് കുരിശാണെങ്കിൽ നിലത്ത് വീണ് അഴിയണം. ഒന്ന് നിലത്ത് വീഴണം, രണ്ടാമത് അഴിയണം. ഇപ്പം നിലത്ത് വീഴണത് ഒന്ന്, അഴിയണത് വേറെ ഒന്ന്. രണ്ട് ഘട്ടമാണ് കുരിശിൻ്റെ വചനത്തിനുള്ളത്. ഒന്ന് നിലത്ത് വീണ്. ഇപ്പം യേശുവിൻ്റെ നാമത്തിലൊരു വചനം എടുക്കുമ്പോൾ നമ്മളൊന്ന് നിലത്ത് വീണിരിക്കും, ഫ്ലാറ്റായി പോകും. നമുക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ, ലാഭം ഉണ്ടാകത്തില്ല. അതാണ് കുരിശിൻ്റെ വചനത്തിൻ്റെ ഒരു സ്വഭാവം. ഒരു വചനം നമ്മൾ നിറവേറ്റുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകും. ഇപ്പോൾ ഒരു ഉടുപ്പ്, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവനെ കൊടുക്കാൻ പറയത്തില്ലേ? അപ്പോഴത് നടപ്പിൽ വരുത്തുമ്പോൾ നമ്മൾ താഴെ വീഴും. നമ്മൾ രണ്ടുടുപ്പിൻ്റെ ഗമയിൽ നടക്കിയിരുന്നല്ലോ, അപ്പോൾ നമ്മൾ താഴെ വീഴും. നമുക്കൊരു ഉടുപ്പിലെ പിന്നെ ഉണ്ടാകത്തുള്ളൂ. കുരിശിൻ്റെ വചനം എപ്പോഴും നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ നഷ്ടം ഉണ്ടാക്കും. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോലുള്ള പരിപാടിയാണ്, നെല്ലിക്ക പരിപാടിയാണ് വചനത്തിനുള്ളത്. ആദ്യം കഴിക്കും നമുക്ക്, പിന്നെയും മധുരിക്കും. എന്താ കാര്യം? നമ്മളെ പിന്നീട് നമുക്ക് അത് നിത്യജീവനാണ് ലഭിക്കണത്. അതാണ് അവിടെ വിഷയം വരണത്. നിത്യജീവനിലേക്കാണ് നയിക്കണത്. അപ്പോൾ നിത്യജീവൻ നയിക്കുമ്പോൾ ആദ്യത്തെ എല്ലാം, ഇപ്പം നിൻ്റെ വൈഫ് വഴക്കിട്ട് പോയി, അവൾ തന്നെ ചവിട്ടിത്തേച്ച് പോയതാണ്. അപ്പോൾ അവളെ ചെന്ന് ദൈവം യോജിപ്പിച്ചതാണെന്നും പറഞ്ഞ് നമ്മൾ വിളിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ പറയും, നീ എന്ത് പെൺകോന്തനാടാ, നീയാണ് അവളെ കെട്ടിയത്, അവൾ നിന്നെ കെട്ടിയതാണ്, നാണം ഉണ്ടാടാന്നൊക്കെ ചോദിച്ചു. ഇനി വിളിച്ചോണ്ട് വാ, ഇനി അവളുടെ അടിമയായിട്ടൊക്കെ ജീവിച്ചോ ഇവിടെ വന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയുടെ വാക്ക് നോക്കത്തില്ല, അവളുടെ മുമ്പിൽ തോറ്റുപോയെന്ന് വിചാരിക്കത്തില്ല, കർത്താവ് ജയിച്ചാൽ മതിയെന്നാണ് നമ്മൾ വിചാരിക്കണം. അപ്പം നമ്മൾ താഴെ വീണല്ലോ, താഴെ വീണു. ഗോതമ്പ് മണി എപ്പോഴും താഴെ വീഴും, താഴെ വീണ് അഴിഞ്ഞും പോകും ചിലപ്പോൾ. അപ്പം അഴിഞ്ഞു പോകുമ്പോൾ കർത്താവ് പറയണത് ഈ കുരിശിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രോസസ്സാണത്. അത് ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ 12:24 ഗ്രീക്കുകാർ വരാൻ പോണെന്ന് പറയുമ്പോൾ തന്നെയാണ് ഈശോ ഈ താഴെ വീണ കാര്യമൊക്കെ പറയണത്. എന്താ പറയണത്? 12:24 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ഒന്ന്, രണ്ടാമത്തെ എന്താണ്? നിലത്ത് വീണാൽ മാത്രം പോരാ, അഴിയുകയും ചെയ്യും, നഷ്ടമായിരിക്കും. നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കും. ഇപ്പം കുരിശിൻ്റെ വചനത്തിനും കുരിശിൻ്റെ അല്ലാത്ത വചനത്തിനുമുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുരിശിൻ്റെതല്ലാത്ത വചനം, നാശത്തിലേക്കുള്ള വചനത്തിനുള്ള പ്രത്യേകത, അത് നിലത്തും വീഴത്തില്ല, അഴിയത്തുമില്ല.
അതേപടി ഇരിക്കും. എല്ലാവർക്കും ഇഷ്ടം അതാണല്ലോ, അതേപടി ഇരിക്കാൻ. എല്ലാവർക്കും ഇഷ്ടം അതാണ്, അതേപടി ഇരിക്കണം. നേരത്തെ നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകരുത്, നമുക്ക് അസ്വസ്ഥത ഒന്നും ഉണ്ടാകരുത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതേപടി ഇരിക്കണം. ഇപ്പം അച്ഛന്മാരുടെ ട്രാൻസ്ഫർ നടക്കുന്ന സമയമാണ്. ഇപ്പം ചില അച്ഛന്മാർ വിചാരിക്കും ഈ ഇടവകയിൽ തന്നെ ഇരുന്നാൽ കൊള്ളാമായിരുന്നെന്ന് പറയും, അതേപടി ഇരിക്കാൻ. ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ കുറേ പള്ളി ഇരുന്നപ്പോൾ അതേപടി ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതേപടി ഇരിക്കാൻ നമുക്ക് ചേഞ്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ നീ നിലത്ത് വീഴണമെന്ന് പറയും, അഴിയണമെന്ന് പറയും. അല്ലെങ്കിൽ അതേപടി ഇരിക്കും. അതേപടി ഇരുന്ന നാശത്തിലേക്കുള്ള വഴിയാണത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി സ്തുതി, ഹല്ലേലൂയ. 24 കണ്ടില്ലേ സഹോദരങ്ങളെ? 12:24 ഗ്രീക്കുകാർ വരുമ്പോഴാണ് ഈ ജ്ഞാനം എല്ലാം വരണത്. എന്നാ പറയണത്? 12:24 യോഹന്നാൻ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ 25-ാം വാക്യം, തൻ്റെ ജീവനെ, യോഹന്നാൻ 12:22-25, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവന് വേണ്ടി അതിനെ കാത്തു സൂക്ഷിക്കുന്നു. അപ്പം അതേപടി ഇരിക്കുന്ന അവസ്ഥയാണ് നാശത്തിലേക്കുള്ള വഴി. അത് ചേഞ്ച് വരുത്തുന്ന അവസ്ഥയാണ് ഇപ്പം തന്നെ ആണ് നിത്യജീവനിലേക്ക്. അപ്പം നമ്മുടെ ഓരോ പ്രവർത്തനവും നിത്യജീവനാണ് നടപ്പിൽ വരുത്തണമെന്ന് ഓർക്കണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മരിപ്പിന് പോയി, പിന്നെ ഒരു കല്യാണത്തിനും പോയി, ഒരു വീട് വെഞ്ചരിക്കാനും പോയി. എൻ്റെ ഇടവകയെ തൈക്കാട് ചില സ്ഥലങ്ങളിലൊക്കെ ഈ അസുഖങ്ങളുള്ളതാണ്. അപ്പോൾ എന്നോട് ചില ആളൊക്കെ പറഞ്ഞ്, ഇപ്പം എന്തിനാ അച്ഛാ തിരക്കിട്ട് പോണേ, വല്ല കാര്യമുണ്ടോ, പോകേണ്ട കാര്യമുണ്ടോ, അതൊക്കെ കഴിയട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് സുഖപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വീട് വെഞ്ചരിപ്പ് തുടങ്ങിയാൽ പോരെ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അത് ശരിയാ. പല വീട് വെഞ്ചരിപ്പിന് ഞാൻ ചെല്ലുമ്പോൾ ഉണ്ട് 10-25 പേരെ ഉണ്ടായത് അവിടെ. എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോയെങ്കിലും അന്തരീക്ഷം അത്ര ഗുണകരമല്ല. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അത് വലിയ ആശ്വാസമായി അവിടെ. എന്താണ്, എല്ലാവരും ഒക്കെ ഒരേ വിറങ്ങലിച്ച് പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കണ കാലമല്ലേ. അപ്പോൾ അവർക്കൊന്ന് മാറി താമസിക്കണം. അവർ വേറെ അന്യനാട്ടിൽ നിന്ന് എൻ്റെ ഇടവകയെ വന്ന് പുതിയതായിട്ട് വീട് കെട്ടി താമസിക്കാൻ പോവുകയാണ്. അപ്പോൾ ചെന്ന് വെഞ്ചരിച്ച് കൊടുക്കണം, അത്യാവശ്യമാണ്. അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോകണം. അപ്പോൾ എനിക്ക് അതേപടി ഇരിക്കാനുള്ളൊരു മോഹം തോന്നിയായിരുന്നു. ഞാനൊരു കല്യാണത്തിൽ പോയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞങ്ങൾ ഒരു 25 പേര് ആ കല്യാണത്തിനുണ്ടായിരുന്നു. അപ്പോഴും എന്നോട് പലരും പറഞ്ഞു, എന്തിനാണ് കല്യാണത്തിൽ പോണത്? ചിലപ്പോൾ ഒരു വചനം അവരോട് പറഞ്ഞാൽ, അപ്പം ഞാൻ അവരോട് ചെന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കല്യാണത്തിന് പറഞ്ഞത്, അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കെട്ടിക്കണതെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ വരാൻ പോണ കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാൻ പറ്റും. ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങളില്ലേ. അപ്പം അവർ എന്തെങ്കിലും ചെയ്യാതെ വരികയാണെങ്കിൽ അമ്മ അവിടെ ഉണ്ടെങ്കിൽ ആദ്യം അമ്മയ്ക്ക് അത് അറിയാൻ പറ്റും. അപ്പം അമ്മയ്ക്ക് നിങ്ങളുടെ ഈ തന്നിരിക്കുന്ന പ്രതിഷ്ഠ, നിങ്ങളിപ്പോൾ 2 പേരും കൂടിയാണ് ഒരുമിച്ചാണ് ഇപ്പോൾ കർത്താവിൻ്റെ അടുത്താരെ നിൽക്കുന്നത്. 2-3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് വരും. അപ്പം കുഞ്ഞുങ്ങളായിട്ട് വരുന്ന സമയത്തും അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കണത് നിങ്ങൾ പ്രതിഷ്ഠ ഓർക്കണം. ഓരോ പ്രതിഷ്ഠയിലൂടെയാണ് അനുസ്മരണ ഉണ്ടാകുകയും നമുക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്യണത്. അത്രയും പറഞ്ഞാൽ മതി അവിടെ ചെന്നിട്ട്. പരിക്കെട്ടി പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു വാക്ക് പറയാൻ ചെല്ലണം അവിടെ നമ്മളെ. കാര്യം എന്നോടാണ് ആ വാക്ക്, എനിക്കതാണ് തന്നിരിക്കണം ദൈവം. അപ്പം ഞാനത് ചെന്ന് അവരോട് പറയണം. അതിനുവേണ്ടി കാശും മുടക്കി
അവിടെ ഒരു ദിവസവും കളഞ്ഞ് ചെല്ലുകയാണ്. അപ്പോൾ ഒരു വചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അതാണ്. അപ്പോൾ പോകണ്ട, അതേപടി ഇരുന്നാൽ മതിയെന്ന് എന്നോട് പലരും പറഞ്ഞു. അപ്പോൾ ചില സമയത്തൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ നിൻ്റെ ഒരു രോഗി കിടക്കുന്നുണ്ടോ നിൻ്റെ, അപ്പോൾ നമ്മൾ വേണമെങ്കിൽ കൊറോണ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോരോന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വേണേൽ വീട്ടിലിരിക്കാം. അപ്പോൾ നമുക്ക് പോകാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ്, അതേപടി ഇരിക്കാനുള്ളൊരു മോഹമാണ് നമുക്കുള്ളത്. അപ്പോൾ കൊറോണയുടെ ഒരു സംഭവം വെച്ചുകൊണ്ട് നമ്മൾ കൊറോണനെ മാപ്പസാക്ഷിയാക്കിക്കൊണ്ട് നമ്മുടെ സ്വാർത്ഥത സംരക്ഷിച്ചുകൊണ്ട് വേണം നമുക്ക് വേണേൽ അതേപടി ഇരിക്കാൻ പറ്റും. അതേപടി ഇരിക്കണതൊന്നും മരിയം വചനങ്ങളല്ല. വചനം കുരിശിൻ്റെ വചനങ്ങളാണ്. അതിൻ്റെ സ്വഭാവം നിലത്ത് വീഴുക എന്നുള്ളതാണ്. അതേപടി ഇരിക്കണമല്ല. നിലത്ത് വീഴുക, ചിലപ്പോൾ അഴുകുകയും ചെയ്യണം. ഇപ്പോൾ ആശുപത്രി പോയാൽ പോരല്ല, കയ്യിൽ നിന്ന് കാശും കൊടുക്കണ്ടേ. അപ്പോൾ ആശുപത്രി വേണമെങ്കിൽ പോകാതിരിക്കാം. എന്ത് നാശം പിടിച്ച കൊറോണ അല്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രി രോഗമെല്ലാം സൗഖ്യപ്പെട്ട അവർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഭയങ്കര അലക്കി തേച്ച വർത്തമാനം പറയും. എന്താണ്, അയ്യോ ഞാൻ പല പ്രാവശ്യം ആശുപത്രി വരാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ എന്താണ് എല്ലാവരും പറഞ്ഞാൽ അവിടെ കയറ്റി വിടുന്നില്ല എന്നാണ് പറയണത്. അതുകൊണ്ടാണ് അതുകൊണ്ടൊന്നും അല്ല വരാഞ്ഞത്. ഇവർക്ക് അതേപടി ഇരിക്കാനുള്ള ആഗ്രഹമാണ്. മനുഷ്യൻ്റെ ഒരു മൗലികമായ ഒരു പണിയാണ് അതേപടി ഇരിക്കുക. അപ്പോൾ കർത്താവ് അത് കുരിശിൻ്റെ വചനമല്ല, അത് നാശത്തിലേക്കുള്ള വചനമാണ്. അതേപടി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പിന്നെ എന്താണ്, അഴിയും, സമൃദ്ധമായ വിളവ് നൽകും, നിത്യജീവനിലേക്കാണ്. നമ്മൾ ഓരോ സമയവും കുരിശിൻ്റെ വചനം എടുക്കണേ എന്തിനാണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല. എന്തിനാണ്? നിത്യജീവനിലേക്കാണ്. അതാണ് അമ്മ ഒരിക്കലും അമ്മയെ അതേപടി ഇരുത്തിയിട്ടില്ല. അമ്മയെ ഒരിക്കലും ഈശോ വചനം സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞ എലിസബത്തിൻ്റെ വീട്ടിൽ വിട്ടു, തിരിച്ചു കൊണ്ടുവന്നു. വീട്ടിൽ പ്രസവിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു വിട്ടു, ബെത്ലഹേമിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ പ്രസവിച്ചു. കുറച്ച് നാളം കഴിഞ്ഞപ്പോൾ അവിടെ അതേപടി ഇരിക്കാൻ പറ്റാതെ അവിടുന്ന് ഈജിപ്തിലോട്ട് പറഞ്ഞു വിട്ടു, തിരിച്ചു കൊണ്ടുവരുന്നു. ഒരിക്കലും അമ്മയെ അതേപടി ഇരുത്തിയിട്ടില്ല. കാര്യം അതേപടി ഇരിക്കാത്ത അവസ്ഥയെല്ലാം അഴിഞ്ഞ് ഫലം നൽകുന്ന. അപ്പം നമുക്കോർക്കും ഇതെല്ലാം പോയിട്ട് എന്ത് ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ചിട്ട് അമ്മയ്ക്ക് എന്നാ കിട്ടി? സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പ്രസവിച്ച് കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരണ അല്ല ഏറ്റവും നല്ലത്. അത് അതേപടി ഇരിക്കണതാണ്. അതേപടി ഇരിക്കാത്ത അവസ്ഥകളെന്ന് പറയണത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഈശോ എന്തുകൊണ്ട് നിനക്ക് അതേപടി ഇരിക്കാൻ പറ്റാതെ വരുന്നു എന്ന് വെച്ചാൽ, ഇന്ന് ഇരുത്തണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിത്യജീവന് വേണ്ടി അസൈൻ ചെയ്തത് കൊണ്ടാണ് ഈ ഓട്ടവും പിടുത്തവും എല്ലാം ഇരിപ്പിൽ നിന്ന് പല സ്ഥലങ്ങൾക്ക് പോകാനും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും ഇടയാക്കണതിൻ്റെ കാരണം ഇതാണ്. പത്രോസിനോട് അവസാനം പറഞ്ഞു കൊടുക്കണത് ഇതാണ്, അതേപടി ഇരിക്കാൻ പറ്റത്തില്ല, നീ കൈ ഉയർത്തണം, മറ്റുള്ളവർ അരമുറുക്കും, ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. ദൈവമേതല്ലേ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ഇഷ്ടമില്ലാത്തത് ചെയ്തേ പറ്റത്തുള്ളതെങ്കിൽ അത് ഓർക്കണം, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന്. ഇതിൻ്റെ ബാക്കി വചനങ്ങൾ നമുക്ക് നാളെ ധ്യാനിക്കാം. നാളെയും നിങ്ങൾ ഈ ധ്യാനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രബുദ്ധതയും കൂടുതൽ അനുഗ്രഹവും ഉടനെ അർത്ഥവത്തായിട്ടുള്ള ക്രിസ്ത്യ സാക്ഷ്യത്തിന് സഹായിക്കുകയും അമ്മയെപ്പോലെ തന്നെ നിങ്ങൾ യേശുവിൻ്റെ അമ്മയായി വചനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്ന വഴി മാറാൻ കഴിയും. നിത്യജീവൻ നിങ്ങൾക്ക് അവകാശമാക്കുകയും ചെയ്യും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവരോഗസൗഖ്യവും കുടുംബസമാധാനവും നൽകണതാണ്. ഇപ്പോൾ നമുക്കറിയാം, അമ്മ വേറെ ഒരു അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോഴേ എല്ലാ ബുധനാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ തത്സമയ ജപമാല കൃപാവരേഞ്ഞം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ KLVR അതുപോലെ തന്നെ കൃപാസനം ഇമെയിലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ലിങ്ക് നിങ്ങളുടെ ഇമെയിൽ അയച്ചു തന്നാൽ ഞങ്ങളുടനെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് കൃപാസനത്തിൽ അൾത്താരയിൽ നടക്കുന്ന ബഹുമാനയുടെ ജോവിനച്ചനും ബഹുമാന സിസ്റ്റേഴ്സും നടത്തുന്ന ജപമാലയിൽ
നിങ്ങൾക്ക് നേരിട്ട് വിഷയങ്ങൾ സമർപ്പിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളും തമ്മിൽ സംസാരിക്കും. കഴിഞ്ഞ ദിവസം എല്ലാ ശനിയാഴ്ചയും ഞാനാണ് ഇരിക്കണത്. അപ്പോൾ ഞാനിരിക്കുന്ന ദിവസം രോഗശാന്തി പ്രാർത്ഥനയും നടക്കും.